ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. നമ്മുടെ കളം കാവൽ എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന സമയത്ത് ഗംഭീരമായിട്ടുള്ള സാധനമായിരുന്നു. സെക്കൻഡ് ലുക്ക് വന്നപ്പോൾ പുള്ളിക്കാരന്റെ അത് ആദ്യത്തേതിൽ വയലൻസ് പോലെ സാധനമാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭാവം, സിഗരറ്റ് ഒക്കെ അടിച്ചു പിടിച്ച് വില്ലനെ പിടിച്ച് നിൽക്കുന്ന സാധനമാണെങ്കിൽ, രണ്ടാമത്തേക്ക് വന്നപ്പോൾ ഒരു ഒരു വല്ലാത്ത നിഗൂഢത നിറഞ്ഞിരിക്കുന്ന ഒരു ശൃംഗാരം, അല്ലെങ്കിൽ ഒരു ചിരി, ഒരു ക്രൂരത നിറഞ്ഞിട്ടുള്ള ഒരു ചിരി. എന്നാൽ ഒരു ഭാഗത്ത് അല്ലെ നമ്മൾ പറയാം എന്താ പറയാ, പൈശാചികം. അതുകൊണ്ട് ഇപ്പുറം ഭാഗത്ത് അതിന്റെ ക്രൂരത അല്ലാത്തൊരു ഇഷ്ടം, നമ്മളൊരു പക്ഷെ അത് കണ്ട് അതിലേക്ക് പെട്ടുപോയാൽ അദ്ദേഹത്തിന്റെ ആ ക്രൂരതയ്ക്ക് ഇരയാകും തോന്നുന്ന രീതിയിൽ ചിരി. അങ്ങനത്തെ ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്റർ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഒരുപാട് ആളുകൾ അയച്ചു തന്നിട്ട് ട്രെയിലർ വന്ന് എന്താ റിയാക്ട് ചെയ്തെന്ന് ചോദിച്ചിട്ട്, അതിൽ ചില ആളുകൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു കൺസെപ്റ്റ് ട്രെയിലറാണ്, ഇത് ട്രെയിലർ അല്ല. മാത്രമല്ല, കളങ്കാവിന്റെ ട്രെയിലർ വരുമ്പോൾ വലിയ രീതിയിൽ അത് പ്രൊമോഷൻ വരും. അതായത് ഇവര് പ്രൊമോഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അതൊക്കെ പോസ്റ്റർ ഇട്ടാൽ മമ്മൂട്ടി കമ്പനീന്റെയോ അല്ലെങ്കിൽ മമ്മൂക്കേന്റെയോ അല്ലെങ്കിൽ അതിന്റെ മറ്റേതെങ്കിലും ടീമിന്റെ ഒഫീഷ്യൽ പേജിലൊക്കെ അത് വരും. അത്തരത്തിലൊന്നും വന്നിട്ടില്ല. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കളം കാവൽ ട്രെയിലർ, മമ്മൂട്ടി, വിനായകൻ, ജിതിൻ കെ ജോസ്, മമ്മൂട്ടി കമ്പനി, കൺസെപ്റ്റ് എന്നുള്ളത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഇന്നലെയാണ് ഇത് വന്നിട്ടുള്ളത്. 435 ലൈക്ക്, 28,980 വ്യൂ ഉണ്ട്. കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കൊടുത്തിട്ട് കൺസെപ്റ്റ് ട്രെയിലർ ഓഫ് അപ്കമിങ് മലയാളം മൂവി കളം കാവൽ എന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇതിലുണ്ട്, അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് പറ്റിയതാണ്. ട്രെയിലർ പിയേഴ്സർ എന്നുള്ള ചാനലിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ കമന്റുകളിലൊക്കെ ഭയങ്കര കമന്റ് വന്നിട്ടുള്ളത്, ഇതിപ്പോ പോസ്റ്ററും ട്രെയിലറും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് കൺസെപ്റ്റ് ആണ്, ഇത് അവർ പോസ്റ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മമ്മൂട്ടി എന്ന് പറഞ്ഞ തീ കൊടുത്തിട്ടുണ്ട്, മമ്മൂക്ക സൂപ്പർ, മമ്മൂട്ടി, അമ്പോ തീ എന്ന് കൊടുത്തിട്ടുണ്ട്, AI സൂപ്പർ എന്നൊരാൾ എടുത്തിട്ടുണ്ട്. അറിയാലോ, മമ്മൂട്ടിയാണ്. ഈ ഫാൻ മെയ്ഡ് ആണെന്നുള്ള 2-3 ആൾക്കാർ എടുത്തിട്ടുണ്ട്. നോട്ട് OG. അങ്ങനെ ജിതിൻ കെ ജോസും ഫീൽഡ് ഔട്ട് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് കുറെ ആളുകൾ. ഇത് ജസ്റ്റ് കൺസെപ്റ്റ് ആണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ പറ്റിയിട്ടുള്ളത്. എന്തായാലും സംഭവം നമുക്ക് കണ്ടുനോക്കാം. 1 മിനിറ്റ് 1 സെക്കൻഡ് ആണ്. കുറെ ആളുകൾ തീ അടിപൊളി, അമ്പോ ഗംഭീരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. റെഡി. നമ്മുടെ ചുറ്റിനും ഒരുപാട് ക്രൈംസ് നടക്കുന്നുണ്ട്. എനിക്കും നിനക്കും ഒക്കെ അതിൻ്റെതായിട്ടുള്ള പ്രഷറും ഉണ്ട്. ആ പ്രഷറിന്റെ ഇടയിൽ നീ കയറി പ്രോട്ടോകോളും തെറ്റിക്കും. ഇതിനെയൊക്കെ നീ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. മറ്റേ സിനിമയിലുള്ള ലൊക്കേഷൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സ്റ്റേയുടെ അടുത്തുള്ള ആൾപ്പാർക്കില്ലാത്തൊരു പഴയ കെട്ടിടത്തിലാണല്ലോ. എന്തോ ഒറിജിനാലിറ്റിയില് ഗംഭീര സാധനം കേട്ടോ. വെറുതെ ആൾക്കാർ വിശ്വസിച്ചത്, കാരണം ഗംഭീര സാധനമാണ്. അത് എന്ത് രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് BGM എനിക്ക് ഓർമ്മയില്ല, അറിയുന്നവരുണ്ടെങ്കിലും കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റേത് നമ്മുടെ ആ സിനിമ എനിക്ക് കറക്റ്റ് ഏതാണെന്ന് ആരാന്ന് പറയാൻ കിട്ടണില്ല. നമ്മുടെ ഖാലിദ് റഹ്മാന്റെ സ്വന്തം ഒരാളുണ്ടല്ലോ, നമ്മുടെ പയ്യൻ. എന്തിനാവട്ടെ, നല്ല സൂപ്പർ സിനിമയാണ് അത്. ജാവ അല്ലല്ലോ, അയ്യോ ഏതാണ് പടം? നല്ല സൂപ്പർ പടമാണ്. ഇതുപോലെ പേര് കിട്ടണില്ല പുള്ളി. അതായത് നമ്മുടെ തല്ലുമാലത്തെ മറ്റേ ആളുണ്ടല്ലോ നമ്മുടെ, അതിപ്പോ ലാസ്റ്റ് വന്നല്ല ആലപ്പുഴ ചിങ്കാനയിലെ, എന്റെ പേര് കിട്ടുന്നില്ല. ആ മൂവിയാണ് അങ്ങനെയല്ലേ, എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും നല്ല പടമാണ്. അപ്പോ ആ സിനിമയിലെ ഡയലോഗാണ് കൊടുത്തിട്ടുള്ളത് തുടക്കത്തിൽ. പിന്നെ അങ്ങോട്ട് ആ ബീജിയം, ആ സാധനം, അത് ഇട്ടാണ്. അത് ഗംഭീര സാധനം കേട്ടോ. എന്താ രസ ബീജിയം. അതും പിന്നെ മമ്മൂക്കേന്റെ പോസ്റ്റർ ചെയ്തിരിക്കുന്ന സാധനം എന്തായാലും എവിടെ എത്തിയേ. ആ മൂവ്മെന്റ് ഒക്കെ എന്ത് പക്ക പോലുന്ന ചുണ്ടിനെ കടിച്ചു പിടിക്കണത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്ര രസമായിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. എന്തായാലും വർക്ക് ചെയ്തിരിക്കുന്ന ടീം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പേര് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. അതവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണാവുന്നതാണ്. അപ്പോ എന്താ പറയാ, വളരെ രസമായിട്ട് നമുക്ക് ശരിക്കും ഒരു ടീസർ കണ്ടിട്ടുള്ള ഫീലാണ് തന്നിട്ടുള്ളത്. അതായത് മമ്മൂക്കന്റെ മറ്റു ക്യാരക്ടറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ വേറെ ആളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിൽ വിനായകന്റെ ആ സാധനം കൊടുത്തിട്ടുണ്ട്, മമ്മൂക്കന്റെ ചില എൻട്രീസ് കൊടുത്തിട്ടുണ്ട്. ഈ പോസ്റ്ററിൽ കണ്ടിട്ടുള്ള ഒരു സാധനം AI പോലെ ആഡ് ചെയ്തിട്ട് അതും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ BGM-ഉം ആ പറഞ്ഞ ഡയലോഗും എല്ലാം ഭയങ്കര മാച്ചിങ്
ഭയങ്കര ഒരു ത്രില്ലിങ് ടീസർ കണ്ടുള്ള ഫീൽ കൊണ്ടാണ്. അപ്പൊ ഒരുപാട് ആളുകൾ ഒരു പക്ഷേ ഇത് വായിക്കുകയും ചെയ്ത് കണ്ടപ്പോൾ തന്നെ അത് കൊള്ളാലോ എന്നുള്ള രീതിയിൽ ഇത് ഒറിജിനലാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അതിനെ അവരെ കുറ്റം പറഞ്ഞിട്ട് അല്ല, ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകുന്നതാണെങ്കിൽ പോലും ഏറെക്കുറെ എന്താ പറയാ ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക് തന്നെ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള സാധനമാണ്. എന്തായാലും പറയാനുള്ളത് കൺസെപ്റ്റ് ആണ്. നമുക്ക് ഒറിജിനൽ തോന്നുമെങ്കിലും ഒറിജിനൽ അല്ല, കൺസെപ്റ്റ് ആണ്. അപ്പൊ കുറെ ആളുകൾ ഇത് വന്നിട്ട് ജിതിൻ കെ ജോസ് ഫീൽഡ് ഔട്ട് ഒന്നും പറയരുത്. കാരണം ഒറിജിനൽ സാധനം വരട്ടെ, എന്നിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒറിജിനൽ ടീസറോ ട്രെയിലറോ വരുമ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും, സിനിമ വരാതെ ട്രെയിലറോ ടീസറോ കണ്ട് വിലയിരുത്താൻ കഴിയില്ല. കാരണം ഇത്ര വളരെ ഭയങ്കരമായിട്ടുള്ള സിനിമയൊന്നും തോന്നിയിട്ടുള്ള ഇപ്പൊ കങ്കുവ പോലെ സിനിമകളൊക്കെ ആണെങ്കിൽ ട്രെയിലറൊക്കെ അടിപൊളിയായിരുന്നു. ഗ്ലിംസും മറ്റു കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് എല്ലാം സൂപ്പറായിരുന്നു. സിനിമ വന്നപ്പോൾ 5 പൈസക്കില്ല. നേരെ മറിച്ച് ട്രെയിലർ ഒരു ആവറേജ് മാത്രം ഫീൽ ചെയ്തിട്ട് സിനിമ ഭയങ്കരമായിട്ട് ഞെട്ടിയിട്ടുള്ള സിനിമകളും ഉണ്ട്. അതുകൊണ്ട് ട്രെയിലറും ടീസറും കണ്ട് നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് വിലയിരുത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും ഏറെക്കുറെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ അത് കണ്ടിട്ടാണെങ്കിൽ, ഒറിജിനൽ വർക്ക് കണ്ടിട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനെ കുറിച്ച് കമന്റ് പറയാം. അതല്ലാതെ ഇപ്പോഴേ ജിതിൻ കെ ജോസ് ഫീൽഡ് ഔട്ട് മമ്മൂക്കയുടെ അടുത്ത ഫ്ലോപ്പ് പടം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആളുകൾ ദയവായി ഒന്ന് അടങ്ങ, സാധനം വരട്ടെ.